വെൽക്കം, സഹമാനാണ്. ആന്റിബയോട്ടിക്സ് വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം മാക്രോലൈഡ് വിഭാഗം ആന്റിബയോട്ടിക്സുകളെ കുറിച്ചിട്ട്. മാക്രോലൈഡ്സിൽ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് എറിത്രോമൈസിൻ ആണ്. എറിത്രോമൈസിൻ എന്ന് പറയുന്ന മരുന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. അത് കണ്ടുപിടിച്ചത് 1952 ഇത് കണ്ടുപിടിച്ചത് സ്ട്രെപ്റ്റോമൈസസ് എറിത്രിയസ് എന്ന് പറയുന്ന ഓർഗാനിസത്തിൽ നിന്നാണ്. അതിൽ നിന്നാണ് നമ്മളിത് കണ്ടുപിടിച്ചത്. ആൻഡ് ഇപ്പോഴും ഉപയോഗത്തിലുള്ള മരുന്നാണ് എറിത്രോമൈസിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നാച്ചുറൽ, പ്രകൃതിയിൽ നിന്ന് കിട്ടിയതാണ്. പിന്നീട് വന്നത് ഒന്ന് ക്ലാരിത്രോമൈസിൻ ആണ്. ക്ലാരിത്രോമൈസിൻ ആണ്. പിന്നെ റോക്സിത്രോമൈസിൻ വന്നു. ആൻഡ് ഇവയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നത് ത്രോമൈസിനിലാണ് അവസാനിക്കുന്നത്. ത്രോമൈസിനിലാണ് മിക്കവാറും ഈ മരുന്നുകളുടെ പേരെല്ലാം അവസാനിക്കും. ഇനി ത്രോമൈസിൻ അല്ലാതെ അവസാനിക്കുന്നതും ഇതിനിടയിൽ കുറെ വന്നു. വൺ ഈ സ്പൈറ, അവിടെ ത്രോ ഇല്ല, വെറും മൈസിൻ ആണ്. സ്പൈറാമൈസിൻ വന്നു. ഒലിയാൻഡോമൈസിൻ വന്നു. ദെൻ വിർജീനിയ മൈസിൻ വന്നു. ദെൻ ഇനി എഴുതണമെങ്കിൽ ജോസാമൈസിൻ വേണമെങ്കിൽ എഴുതാം. ഇനി ഒരു 10 എണ്ണമെങ്കിലും വേണമെങ്കിൽ എഴുതാം. ഇതൊന്നും അത്ര ഫേമസ് അല്ല. സ്പൈറാമൈസിൻ ഉപയോഗിക്കുന്നതാണ്. സോ ഇത് മൂന്നാണ് ഒരു ഗ്രൂപ്പ് ഓഫ് മരുന്ന്. നമുക്ക് വേണമെങ്കിൽ ഇവയെ ഫസ്റ്റ് ജനറേഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇനി ഇവിടെ സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ ഒരു വലിയ മാക്രോ സ്ട്രക്ചർ നമുക്ക് കാണാം. അത് ലാക്ടോൺ റിംഗ് ആണ്. ഇതാണ് ലാക്ടോൺ റിംഗ് എന്ന് പറയും. ഒരു 14 മുതൽ 16 വരെ കാർബൺ ആറ്റംസ് ഉള്ള ഒരു വലിയ റിംഗ് ആണ്. ലാക്ടോൺ റിംഗ് ആണ്. ലാക്ടോൺ റിംഗ് ആണ് സംഭവം. ആൻഡ് കൂടെ 2 ഷുഗർ ഉണ്ടാവും. ഇത് ഷുഗർ 1 ആണ്, ഇത് ഷുഗർ 2 ആണ്. മിക്കവാറും ഡിസോസമിൻ എന്ന് പറയുന്ന ഷുഗറും എൽ ക്ലാഡിനോസ് എന്ന് പറയുന്ന ഷുഗേഴ്സ് ആയിരിക്കും മിക്കവാറും ഇതിനകത്ത് ഉണ്ടാവുക. പിന്നീട് 1980 വന്ന അസിത്രോമൈസിൻ, ആ മരുന്നാണ് അസിത്രോമൈസിൻ എന്ന് പറയുന്ന ഫേമസ് മരുന്നാണ് അസിത്രോമൈസിൻ. ആൻഡ് ഇതിനെ നമുക്ക് സെക്കൻഡ് ജനറേഷൻ എന്ന് വിളിക്കാം. സോ ഇത് സെക്കൻഡ് ജനറേഷൻ എന്ന് വിളിക്കാം. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ 14 അല്ലെങ്കിൽ 16 അല്ല കാർബൺ, ഇതിലൊരു 15 കാർബൺ റിംഗേ ഉള്ളൂ. സോ 15 കാർബൺ റിംഗ് ഉള്ള ഒരു റിംഗ് ആണ്, ലാക്ടോൺ റിംഗ് ആണ്. അതിനെ നമ്മൾ അസോലൈഡ് എന്നാണ് വിളിക്കുന്നത്. അസോലൈഡ് സ്ട്രക്ചർ ആണ് ഇതിനുള്ളത്. സോ അതിനെ നമുക്കപ്പോൾ സെക്കൻഡ് ജനറേഷൻ, ഇതാണ് അസിത്രോമൈസിൻ. പിന്നീട് വന്നത് തേർഡ് ജനറേഷൻ നമുക്ക് വിളിക്കാം. അതിനകത്തൊരു കീറ്റോലൈഡ് ആണ്. കീറ്റോലൈഡ് സ്ട്രക്ചർ ഉള്ള മരുന്നാണ്. അതിന്റെ പേര് ടെലിത്രോമൈസിൻ. ഞാൻ ഇവിടെ മുകളിൽ എഴുതാം. അത് ടെലിത്രോമൈസിൻ എന്നാണ് അതിന്റെ പേര്. സോ ഇതൊരു കീറ്റോലൈഡ് ആണ്. കെമിക്കലി ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആൻഡ് ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ഫേമസ് മരുന്നുകൾ എന്ന് പറയുന്നത് ഒന്ന് സിത്രോമൈസിൻ ആണ്. സിത്രോമൈസിൻ വരുമായിരിക്കും എന്ന് കരുതുന്നു. സിത്രോമൈസിൻ ഉണ്ട്. ദെൻ സോളിത്രോമൈസിൻ പോലുള്ളവ പല സ്റ്റഡീസിൽ നിൽക്കുകയാണ്. സോ വീണ്ടും ചില പുതിയ ആന്റിബയോട്ടിക്കുകൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ ഇതാണ് ഗ്രൂപ്പിലെ പ്രധാന മരുന്നുകൾ. ഇതല്ലാതെ ഞാൻ പറഞ്ഞു വീണ്ടും ഇനി വേണമെങ്കിൽ 10-12 മരുന്നുകളുടെ കൂടി പേര് വേണമെങ്കിൽ പറയാം. പക്ഷേ പ്രധാനപ്പെട്ട ഇത് ഇത്ര ഓർത്തിരിക്കുക. എറിത്രോ, ക്ലാരിത്രോ, റോക്സിത്രോ, സ്പൈറ, ദെൻ അസിത്രോ, ദെൻ ടെലിത്രോ. ഇത്ര ഓർത്തിരിക്കണം. ഇനി ഇവിടെ മെക്കാനിസം ആക്ഷൻ നമ്മൾ ഓൾറെഡി പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് ആ വീഡിയോയിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞാണ്. എങ്കിലും നമുക്ക് ഇവിടെ എന്ന് പറയാം. മാക്രോലൈഡ്സ് ഈ ഗ്രൂപ്പിലെ മരുന്നും ദെൻ ലിങ്കോസമൈഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് ക്ലിൻഡാമൈസിൻ ആണ്. ദെൻ ഡാൽഫുപ്രിസ്റ്റിൻ, ക്വിനിപ്രിസ്റ്റിൻ ആയിട്ട് വരുന്ന വേറൊരു ഗ്രൂപ്പ് മരുന്നുണ്ട്. അതിന്റെ പേര് സ്ട്രെപ്റ്റോഗ്രാമിൻസ് എന്നാണ്. സോ ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നമ്മൾ MLS ഗ്രൂപ്പ് എന്ന് വിളിക്കാറുണ്ട്. കാരണം ഇവിടെ എല്ലാം ആക്ഷൻ ഏകദേശം ഓൾമോസ്റ്റ് വെരി സിമിലർ ആണ്. സോ ഇത് ഇപ്പോൾ വീണ്ടും ഞാൻ വരയ്ക്കുകയാണ്. ഇത് mRNA ആണെന്ന് കരുതിയാൽ, ആൻഡ് ഇത് റൈബോസോം ആണെന്ന് കരുതിയാൽ ഇത് 30S ആണ്. ഇത് വലിയ 50S ആണെന്ന് കരുതിയാൽ ഇത് 30S. സോ ഈ മരുന്നെല്ലാം പ്രവർത്തിക്കുന്നത് 50Sലാണ്. സോ ദീസ് ആർ ആക്ടിങ് ഓൺ 50S റൈബോസോമിലാണ് പ്രവർത്തിക്കുക. 50Sൽ ഇത് ഒട്ടിച്ചേരുന്ന സ്ഥലം 23S RNA റൈബോസോമൽ RNAയിലാണ്. ഇവിടെയുള്ള 23S RNAയിലാണ് ഇത് പ്രവർത്തിക്കുക. ഏകദേശം ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന മരുന്നായതുകൊണ്ട് എല്ലാം പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. സോ MLS ഗ്രൂപ്പ് എന്ന് വിളിക്കും. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റർ ആണ് എന്നുള്ളതാണ്. പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റർ ആണ്. 50Sലാണ് പ്രവർത്തിക്കുന്നത്. 23S RNAയിൽ അവിടെ ബൈൻഡ് ചെയ്യും. ആൻഡ് ഇതെല്ലാം തന്നെ ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്. ചിലത് കുറച്ച് ബാക്ടീരിയസിഡൽ ആക്ഷൻ ഉണ്ട്. മാക്രോലൈഡ്സ് നമ്മൾ ഇന്ന് പറയുന്ന ഈ വീഡിയോയിൽ പറയുന്ന എല്ലാം ബാക്ടീരിയോസ്റ്റാറ്റിക് മരുന്നുകളാണ്. എല്ലാം തന്നെ ബ്രോഡ് സ്പെക്ട്രം മരുന്നുകൾ കൂടിയാണ്. ഇവ ബാക്ടീരിയയുടെ 50S റൈബോസോമിൽ അല്ലെങ്കിൽ അതിന്റെ തന്നെ 23S RNAയിൽ ഇത് A സൈറ്റ് ആണ്, ഇത് P സൈറ്റ് ആണ്, ഇത് E സൈറ്റ് ആണ്. ഇവിടെ ഒരു എക്സിറ്റ് ടണൽ ഉണ്ട് നമുക്കറിയാം ഉണ്ടായിട്ടുള്ള പ്രോട്ടീൻ പോകാനായിട്ടുള്ള. ഇത്ര ഓർത്തിരിക്കുക. സോ റൈബോസോമൽ എക്സിറ്റ് ടണൽ, ഈ ടണൽ 23S RNAയിൽ പിടിച്ചു കഴിഞ്ഞാൽ 50Sൽ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ മരുന്നങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ഈ ടണലാണ് ബ്ലോക്ക് ആകുക. അല്ലെങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പോളിപെപ്റ്റൈഡ് ഉണ്ടായത് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന പോളിപെപ്റ്റൈഡ് എക്സ്പോർട്ട് ടണൽ
ടണൽ, അല്ലെങ്കിൽ വേറൊരു പേര് നമുക്ക് വിളിക്കാവുന്ന റൈബോസോമിന്റെ എക്സിറ്റ് ടണൽ, റൈബോസോമൽ എക്സിറ്റ് ടണൽ. ഇത് ബ്ലോക്ക് ചെയ്യും. ഇത് ഇവിടെ വന്ന് മരുന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഇതിലൂടെ പോകാൻ പറ്റില്ല, തടസ്സം ഉണ്ടാകും. സോ ഉണ്ടായിക്കഴിഞ്ഞാൽ പോളിപെപ്റ്റൈഡ് ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കും. ഇത് പുറത്ത് കിടക്കാൻ പറ്റാതെ അവിടെ തന്നെ നിൽക്കുന്നതിനാൽ ഫർദർ ബാക്കിയുള്ള സ്റ്റെപ്പുകളൊക്കെ അവിടെ നിൽക്കും. സോ ദീസ് കോസസ് റൈബോസോമൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും എന്നാണ് സാധാരണ പറയുക. റൈബോസോമൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്ന മരുന്നുകളായിട്ടാണ് ഇവയെ കണക്കാക്കുക. സോ ഇത് നിലച്ച് കഴിയുമ്പോൾ റൈബോസോമിന് ഇങ്ങോട്ടുള്ള ട്രാൻസ്ലൊക്കേഷൻ, ഈ പ്രോസസ് എല്ലാം നിൽക്കും. അടുത്ത അമിനോ ആസിഡ് ടിആറിനെ ഇവിടെ ഒന്ന് പിടിക്കൽ എല്ലാം നിൽക്കും. സോ ദീസ് ആർ 50S ഇൻഹിബിറ്റേഴ്സ് ആൻഡ് ദെയർ ബൈൻഡ് റിവേഴ്സിബിളി ആണ്. അത് ഓർത്തിരിക്കുക. അമിനോ ഗ്ലൈക്കോസൈഡ് പോലെ ഇറിവേഴ്സിബിൾ അല്ല. ദീസ് ആർ റിവേഴ്സിബിൾ ബൈൻഡേഴ്സ് ആണ്. 23S RRNലാണ് ബൈൻഡ് ചെയ്യുക, TSലാണ് മെയിൻ ആയിട്ട് ബൈൻഡ് ചെയ്യുക. ആൻഡ് ദീസ് ആർ ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്. ആൻഡ് ദീസ് ആർ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്, അതിന്റെ 2 കാരണങ്ങൾ കൂടി പറയാം. സോ ഇത് ഉണ്ടാവാനുള്ള 2 കാരണങ്ങളുണ്ട്. സോ 2 കാരണങ്ങൾക്കാണ് റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്. പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഇവിടെ 23S RRNലാണ് ഒട്ടിച്ചേരേണ്ടത്. ഈ ഒട്ടിച്ചേരേണ്ട സ്ഥലം, അവിടെ സാധാരണ ഒട്ടിച്ചേരേണ്ട സ്ഥലത്ത് ഒരു അഡിനിൻ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ട്. അത് അങ്ങോട്ട് മാറ്റിയിട്ട് ബാക്ടീരിയ എന്ത് ചെയ്യുന്നു വെച്ചാൽ ബാക്ടീരിയ അവിടെ മീഥൈൽ ഗ്രൂപ്പ് പിടിപ്പിക്കും, അല്ലെങ്കിൽ മെത്തിലേഷൻ നടത്തിക്കളയും. സോ നമ്മുടെ മരുന്ന് വീണ്ടും വരുന്നു, അവിടെ അഡിനിൻ ഒട്ടിച്ചേരാനില്ല, മീഥൈൽ ഗ്രൂപ്പ് കാണുമ്പോഴത്തേക്കും ഒട്ടിച്ചേരാൻ പറ്റില്ല. സോ ഇതിനെ ഇപ്പം ബാക്ടീരിയൽ മെത്തിലേഷൻ അല്ലെങ്കിൽ മെത്തിലേസ് എൻസൈം എന്നാണ് പറയാം. സോ ഇങ്ങനെ മീഥൈൽ ഗ്രൂപ്പ് പിടിപ്പിക്കുമ്പോൾ ഇവിടെ വന്ന് FTSലെ 23S RRNയിൽ പിടിക്കാൻ പറ്റാതെ വരും. സോ അതാണ് 1 റീസൺ. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇവയ്ക്കെതിരെ എസ്റ്ററൈസസ് എൻസൈംസ് ഉണ്ടാക്കും ബാക്ടീരിയ. എസ്റ്ററൈസസ് ഏറ്റവും പ്രധാനമായിട്ടും എറിത്രോമൈസിനെതിരെയാണ്. എറിത്രോമൈസിൻ എസ്റ്ററൈസസ് ഉണ്ടായി കഴിയുമ്പോൾ അത് വന്ന് എറിത്രോമൈസിനെ നശിപ്പിക്കും. സോ ഇങ്ങനെ പ്രശ്നങ്ങളിലാണ് ആന്റിബയോട്ടിക് ഇനാക്ടിവേഷൻ ഉണ്ടാവുകയും സോ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നതിനുള്ള കാരണങ്ങൾ 2 എണ്ണമാണ് ഞാൻ പറഞ്ഞത്. സോ ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ. ആൻഡ് അസിത്രോമൈസിൻ എന്ന് പറയുന്ന മരുന്നിനും അസിത്രോ ആൻഡ് ടെലിത്രോമൈസിനും ഇതിന് 2നും റെസിസ്റ്റൻസ് ഇല്ല എന്നുകൂടി നമ്മൾ ഓർത്ത് വെക്കുക. ബിക്കോസ് ദേ ആർ സ്ട്രക്ചറലി കുറച്ച് ഡിഫറൻസ് ആണ്, സ്ട്രക്ചറലി ഡിഫറെന്റ് ആണ്. ഞാൻ പറഞ്ഞു മാക്രോലൈഡ്സ്, ലിങ്കോസമൈഡ്, സ്ട്രെപ്റ്റോഗ്രാമിൻസ് ഇത് 3ഉം ഒരേപോലെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇപ്പോൾ മാക്രോലൈഡിനോട് റെസിസ്റ്റൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനോടുണ്ടാകാം, ഇതിനോട് റെസിസ്റ്റൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനോടും തിരിച്ചുണ്ടാകാം. അതിനെ നമ്മൾ വിളിക്കുക ക്രോസ് റെസിസ്റ്റൻസ് എന്ന്. സോ ദർ ഈസ് പോസിബിലിറ്റി ഓഫ് ക്രോസ് റെസിസ്റ്റൻസ് അക്രോസ് MLS ഗ്രൂപ്പ്. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചേ. സോ ക്രോസ് റെസിസ്റ്റൻസ്. ഇനി മരുന്നുകളുടെ സ്പെക്ട്രം, ഇത് ബ്രോഡ് സ്പെക്ട്രം ആണ് എന്ന് നമ്മൾ ആൾറെഡി പറഞ്ഞു. അപ്പോൾ അതിന് ഗ്രാം പോസിറ്റീവിനെതിരെ ആക്ഷൻ ഉണ്ടായിരിക്കും, ഗ്രാം നെഗറ്റീവിനെതിരെയും ആക്ഷൻ, മറ്റു ചില ബാക്ടീരിയകൾക്കെതിരെ കൂടിയൊക്കെ ആക്ഷൻ കാണും. സോ ആദ്യം മരുന്ന് എറിത്രോമൈസിൻ ആണ്. എറിത്രോമൈസിൻ എന്ന് പറയുന്ന മരുന്നിന് ഗ്രാം പോസിറ്റീവിനോടാണ് കൂടുതൽ ആക്ഷൻ. സോ ഗ്രാം പോസിറ്റീവ് ഏകദേശം പെനിസിലിൻസ് പോലെ, പെനിസിലിൻ G പോലെയൊക്കെയുള്ള ആക്ഷനാണ് എറിത്രോമൈസിനുള്ളത്, ഗ്രാം പോസിറ്റീവിനെതിരെ ഉള്ളത്. അപ്പോൾ പെനിസിലിൻ പറ്റാത്ത അലർജിയൊക്കെ ഉള്ള ആൾക്കാർക്കായിരിക്കും നമ്മൾ എറിത്രോമൈസിൻ കൂടുതൽ കൊടുക്കുക. ദെൻ കുറച്ച് വളരെ ചെറിയ എമൗണ്ട് ഓഫ് ഗ്രാം നെഗറ്റീവിനോട് മാത്രമേ ഇവയ്ക്ക് ആക്ഷൻ ഉള്ളൂ. പക്ഷേ പുതിയ മരുന്നുകൾക്ക് ഗ്രാം നെഗറ്റീവിനോട് കൂടുതൽ ആക്ഷൻ. സോ ന്യൂവർ ഡ്രഗ്സ് ആർ മോർ ആക്ഷൻ ഓൺ ഗ്രാം നെഗറ്റീവ് ഓൾസോ. ആദ്യം മരുന്ന് എറിത്രോമൈസിൻ ആണ്. എറിത്രോമൈസിൻ വൈഡായിട്ട് ഉപയോഗിക്കപ്പെട്ടിരുന്ന മരുന്നാണ്, ഇപ്പോഴും ഉപയോഗത്തിലുണ്ട്. പക്ഷേ ഇതിന് ചില പോരായ്മകളുണ്ട് അല്ലേ. വർഷങ്ങൾ ഉപയോഗിച്ചു, ഇപ്പോൾ നമുക്ക് കുറ്റവും കുറവും മാത്രമേ ഉള്ളൂ നമുക്ക് പറയാം. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇത് കൂടുതൽ ആസിഡ് ലബൈലാണ്. നമ്മൾ ഗുളികയായിട്ടൊക്കെ കൊടുക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ എൻഡറി കോട്ടഡ് ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിന്റെ വിവിധ സോൾട്സ് ആക്കിയായിരിക്കും കൊടുക്കുക. സോൾട്സ് വിവിധ സോൾട്ടുകളുണ്ട്. ഇപ്പോൾ സ്റ്റിയറേറ്റ് ഉണ്ട്, ഈതൈൽ സക്സിനേറ്റ് എന്ന് പറയുന്ന സോൾട്ട് ഉണ്ട്, ഗ്ലൂസപേറ്റ് എന്ന് പറയുന്ന സോൾട്ട് ഉണ്ട്, ലാക്ടോബയോണൈറ്റ്, ഇത് ഇഞ്ചക്ഷൻ ആണ് ലാക്ടോബയോണൈറ്റ്, ദെൻ പ്രൊപ്പിയോണേറ്റ് ഉണ്ട്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ ഇക്വലന്റ് എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി ഉള്ളത് പ്രൊപ്പിയോണേറ്റിനാണ്, പിന്നെ ഈതൈൽ സക്സിനേറ്റിനാണ്. സോ എന്തായാലും ആസിഡ് ലബേലാണ്. അതുകൊണ്ട് നമ്മൾ എൻഡറി കോട്ടഡ് ടാബ്ലറ്റോ അല്ലെങ്കിൽ പ്രോ ഡ്രഗ്സ് ഒക്കെ ആക്കി പലതിനൊപ്പം ചേർത്ത് വേണം കൊടുക്കാൻ. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇത് ഷോർട്ട് ആക്ടിങ് ആണെന്നുള്ള, കുറച്ച് നേരമേ പ്രവർത്തിക്കൂ. അപ്പോൾ എറിത്രോമൈസിൻ നമ്മൾ സാധാരണ QID ആണ്. QID എന്ന് വെച്ചാൽ 4 നേരം വരെ നമ്മൾ കഴിക്കേണ്ടി വരുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ പ്രശ്നം, ഈ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് മാക്രോലൈഡ്സ് എല്ലാം തന്നെ എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആണ്. ഇതൊരു വലിയ പ്രശ്നമാണ്. എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആണ്. CYP3A4 തടയുന്ന മരുന്നുകളാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രശ്നം, ഭയങ്കരമായിട്ട് ഡ്രഗ് ഇന്ററാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാം, മറ്റു മരുന്നുകളുടെ അഡ്വേഴ്സ് എഫക്റ്റുകളൊക്കെ വർദ്ധിപ്പിക്കാം, മറ്റു മരുന്നുകളുടെ അഡ്വേഴ്സ് എഫക്റ്റ്. നാലാമത്തെ ഒരു പ്രശ്നം, ഈ ഗ്രൂപ്പുകൾക്ക് QT പ്രൊലോങ്ങേഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. QT പ്രൊലോങ്ങേഷൻ പൊട്ടാസ്യം ചാനൽ തടയുന്നുണ്ട് ഹൃദയത്തിൽ. സോ ടോർസാഡി പോയിന്റ്സ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. ദെൻ അഞ്ചാമത്തെ ഒരു പ്രശ്നം, എറിത്രോമൈസിന്, പ്രത്യേകിച്ച് എറിത്രോമൈസിനാണ്. എറിത്രോമൈസിന് ഗട്ടിലുള്ള GITയിലുള്ള മോട്ടിലിൻ എന്ന് പറയുന്ന റിസപ്റ്ററിൽ ആക്ഷൻ ഉണ്ട്. സോ GI മോട്ടിലിറ്റി വർദ്ധിപ്പിക്കും, അതുകൊണ്ട് ഡയേറിയ ഉണ്ടാകും. ഇതിന് ഗുണങ്ങളുണ്ട് കേട്ടോ. ഇനി ആറാമത്തെ ഒരു പ്രോപ്പർട്ടി, എല്ലാ മാക്രോലൈഡ്സും മരുന്നായിട്ട് പ്രഗ്നൻസിയിൽ സേഫ്
സേഫ് ആണ്. പക്ഷേ എറിത്രോമൈസിന്റെ ഒരു സോൾട്ട്, ആ സോൾട്ട് എന്ന് വെച്ചാൽ എസ്റ്റിയോലേറ്റ് എന്ന് പറയുന്ന സോൾട്ട് കൊടുക്കാൻ പാടില്ല. എറിത്രോമൈസിൻ എസ്റ്റിയോലേറ്റ് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി, കാരണം കോളിസ്റ്റാറ്റിക് ജോണ്ടിസ് ഉണ്ടാകും. ബാക്കി ഒരു സോൾട്ടിന് പ്രശ്നമില്ല. ബാക്കി ഒരു മാക്രോലൈഡ് എല്ലാം തന്നെ പ്രഗ്നൻസിയിൽ സേഫ് ആണ്, എറിത്രോമൈസിൻ എസ്റ്റിയോലേറ്റ് ഒഴിച്ചിട്ട്. ഏഴാമത്തെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാക്രോലൈഡ്സിന് കുറച്ച് ഇമ്മ്യൂണോ സപ്രസന്റ് ആക്ഷൻ ഉണ്ട്, ഇമ്മ്യൂണോ സപ്രസന്റ് പ്രോപ്പർട്ടി ഉണ്ട്. കാരണം മാക്രോലൈഡ് സ്ട്രക്ചർ തന്നെയുള്ള ഒരു മരുന്നാണ് ടാക്രോലിമസ് എന്ന് പറയുന്നത്, ടാക്രോലിമസ്. സോ അതിന് ഇമ്മ്യൂണോ മോഡുലേറ്ററി ഡ്രഗ് ആണ്. നമ്മൾ കിഡ്നി മാറ്റി വയ്ക്കുമ്പോഴും മറ്റേ സംഭവങ്ങളൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ കൊടുക്കുന്ന മരുന്നാണ്. സോ കുറച്ച് ഇമ്മ്യൂണോ സപ്രസന്റ് ആക്ടിവിറ്റി കൂടിയുണ്ട്. ആൻഡ് ദിസ് എറിത്രോമൈസിൻ പല രൂപത്തിൽ കിട്ടും. നമുക്ക് ഓറലായിട്ട് കൊടുക്കാം, ഇഞ്ചക്ഷനായിട്ട് കൊടുക്കാം, ദെൻ എക്സ്റ്റേണലി ക്രീമായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കും. ആൻഡ് ഉപയോഗം മിക്കവാറും ഞാൻ പറഞ്ഞു ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിനെതിരെയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പലതിനെതിരെയൊക്കെ ഉപയോഗിക്കാമെങ്കിലും ഇപ്പോൾ ഇവിടെ ഏതിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഉപയോഗം നമ്മൾ പറയുകയാണെങ്കിൽ അത് ഡിഫ്തീരിയയിലാണ്. ദിസ് ഈസ് യൂസ്ഡ് ഇൻ ഡിഫ്തീരിയ. ഡിഫ്തീരിയൽ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്, ബോത്ത് ഇൻ ട്രീറ്റ്മെന്റ് ആൻഡ് ഓൾസോ ഇൻ പ്രിവെൻഷൻ. രണ്ടിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നുള്ളത് ഐ ഡ്രോപ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക, ഒപ്താൽമിയ നിയോനേറ്റോറം, ആ കണ്ടീഷനിൽ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ടോപ്പിക്കലി പുറത്ത് മുഖത്ത് പുരട്ടാനായിട്ട് എന്തിനാണ്, ആക്നി വൾഗാരിസ് അല്ലെങ്കിൽ മുഖക്കുരുവിന് മുഖത്ത് പുരട്ടാനായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട്. സോ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. എങ്കിലും നമുക്ക് വേണമെങ്കിൽ പെനിസിലിൻ GK അല്ലെങ്കിൽ അമോക്സിലിൻ, പാമ്പിസിലിൻ അതിനൊക്കെ പകരമായിട്ട് നമുക്ക് ഓറലായിട്ടൊക്കെ കൊടുക്കാവുന്ന മരുന്നാണ്. പക്ഷേ പതിവ് ഉപയോഗമില്ല. രണ്ടാമത്തെ മരുന്ന്, പ്രധാനപ്പെട്ട മരുന്ന് ക്ലാരിത്രോമൈസിൻ ആണ്. ഈ മരുന്ന് രണ്ട് കണ്ടീഷൻസിലാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുക. വൺ ഈസ് ഇൻ H. പൈലോറിയിലാണ്. H. പൈലോറി എന്ന് വെച്ച് കഴിയുമ്പോൾ ഗ്രാം നെഗറ്റീവ് ആണ് H. പൈലോറി, അത് അൾസറിലാണ് H. പൈലോറി അൾസർ. സോ ഇൻ അൾസർ ട്രീറ്റ്മെന്റിലാണ് നമ്മളിത് ഉപയോഗിക്കുക. സോ H. പൈലോറി കിറ്റ് ഉണ്ട്, അത് മറ്റു മരുന്നുകൾക്കൊപ്പമായിരിക്കും മിക്കവാറും. അതിൻ്റെ കൂടെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് കാണും, ചിലപ്പോൾ ടെട്രാസൈക്ലിൻ കാണും, മെട്രോനിഡസോൾ കാണും. അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ, ബിസ്മത്ത്, ഇങ്ങനെയൊക്കെയുള്ള പല മരുന്നുകൾക്കൊപ്പം പല കോമ്പിനേഷനായിട്ടായിരിക്കും ക്ലാരിത്രോമൈസിൻ നമ്മൾ ഉപയോഗിക്കുക. സോ അതിലുപയോഗിക്കുന്നത് ക്ലാരിത്രോമൈസിൻ ആണ്. മറ്റു മരുന്നുകൾക്കും വേണമെങ്കിൽ കൊടുക്കാമെങ്കിലും വി യൂസ് ക്ലാരിത്രോമൈസിൻ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കണ്ടീഷൻ ഇത് മൈക്കോബാക്ടീരിയം ഏവിയം കോംപ്ലക്സിലാണ്. മൈക്കോബാക്ടീരിയം ഏവിയം കോംപ്ലക്സിനകത്ത് ദിസ് ഇസ് ദ ഡ്രഗ് യൂസ്. പ്രത്യേകിച്ച് HIV രോഗികളിലൊക്കെ ഇത് ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നതാണ്. സോ ക്ലാരിത്രോമൈസിന് നല്ല ആക്ഷൻ ഉള്ളത് മൈക്കോബാക്ടീരിയം ഏവിയം കോംപ്ലക്സിലാണ്. സോ ഇത് രണ്ടുമാണ് ഏറ്റവും വൈഡായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ആക്ഷൻ മൊറാക്സെല്ലയിലാണ്, മൊറാക്സെല്ല കെട്രാലിസ് എന്നൊക്കെ പറയുന്ന. അതിനകത്ത് നല്ല ആക്ഷൻ ഉണ്ട് ക്ലാരിത്രോമൈസിന്. ഇനി മറ്റു ധാരാളം ആക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇത് മൂന്നിലൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുക ക്ലാരിത്രോമൈസിൻ. ഇനി മൂന്നാമത്തെ മരുന്ന് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് അല്ലെങ്കിൽ ദ കിങ്, രാജാവ്, അസിത്രോമൈസിൻ ആണ്. ഇതിന് ഒരുപാട് സവിശേഷതകളുണ്ട്. നമ്മൾ ഓൾറെഡി ചിലത് കണ്ടു കഴിഞ്ഞു, എങ്കിലും ഒന്ന് പറയാം. സോ ഇതിന്റെ സ്ട്രക്ചർ തന്നെ 15 കാർബൺ ആറ്റം ഉള്ള ഒരു സ്ട്രക്ചറാണ്. അസോലൈഡ് റിംഗ് ആണ്, അസോലൈഡ് റിംഗ് ആണ്, അല്ലാതെ 14, 16 അതല്ല. സോ അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് കുറവാണെന്നുള്ളതാണ്. മറ്റു മാക്രോലൈഡ്സിന് റെസിസ്റ്റന്റ് ആയത് ഇതിന് റെസിസ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം. രണ്ടാമത്തത് ഡ്രഗ് ഈസ് ലോങ് ആക്ടിങ് ആണ് എന്നുള്ളതാണ്. ലോങ് ആക്ടിങ് ആണ്. ഇതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 2 to 4 days ഹാഫ് ലൈഫ് ഉണ്ട്. അപ്പൊ ദിവസം ഒരു നേരം കഴിച്ചാൽ മതി. ആൻഡ് മൂന്നാമത്തത് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് പറയാവുന്നത് ഈ മരുന്ന് ഇൻട്രാസെല്ലുലാർ, സെല്ലിന്റെ അകത്ത് കയറുന്ന മരുന്നാണ്. ഇൻട്രാസെല്ലുലാർ ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ സെൽ ഇതാണെങ്കിൽ സെല്ലിന്റെ അകത്ത് കയറും. സെല്ലിന്റെ അകത്ത് ഒരു ഫാഗോലൈസോസോം ഉണ്ടെങ്കിൽ അതിനകത്തും കയറും. സോ ഇതിനകത്തൊക്കെ ഇരിക്കുന്ന ഓർഗാനിസത്തെ, സെല്ലിനകത്ത് കയറുന്ന ഇൻട്രാസെല്ലുലാർ പാത്തോജൻസിനെ കൊല്ലാൻ പറ്റും. മാത്രമല്ല സെല്ലിനകത്തിരിക്കുന്നതുകൊണ്ട് ഇത് പുറത്തേക്ക് പോകാത്തതുകൊണ്ട് കൂടുതൽ നേരം എഫക്റ്റ് കിട്ടുകയും ചെയ്യും. സോ ഇത് മൂലം നമുക്ക് ആകെ 3 ദിവസമൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന 3 to 5 ദിവസം വരെ കഴിച്ചാലും നമുക്ക് കൂടുതൽ ദിവസം, പമോക്സലിനൊക്കെ 10 ദിവസം കഴിക്കുന്ന ഫലം നമുക്ക് 3 to 5 ദിവസം ഇത് കഴിച്ചാൽ കിട്ടും. സോ ലോങ് ആക്ടിങ് ആണ്. സോ ഇതെല്ലാം കൊണ്ടിട്ടാണ് ലോങ് ആക്ടിങ് എഫക്റ്റ് ഉള്ളത്. മാത്രമല്ല ഇത് WBCയുടെ അകത്ത് കിടക്കും, ഫാഗോസൈറ്റ്സിന്റെ അകത്ത് കിടക്കും. സോ പെരിഡോണ്ടൽ അല്ലെങ്കിൽ ജിഞ്ചേവൽ സാധാരണ കടക്കാത്ത ഫ്ലൂയിഡുകളാണ്. സോ ഈ ഫ്ലൂയിഡിനകത്തൊക്കെ കിടക്കുന്നതുകൊണ്ട് ഡെന്റൽ ഡോക്ടേഴ്സിനൊക്കെ ഇത് എക്സ്ട്രീംലി യൂസ്ഫുൾ ആണ്. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സാധാരണ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പോ 30 മിനിറ്റ് മുമ്പോ അല്ലെങ്കിൽ 2 hours ശേഷമോ കഴിക്കാനാണ് ഈ മരുന്ന് പറയുന്നത്. എങ്കിലും ദിവസം ഒരു നേരം കഴിച്ചാൽ മതി. ദിവസം ഒരു നേരം കഴിക്കുമ്പോൾ അത് നമുക്ക് ഏത് നേരത്ത് വേണമെങ്കിലും കഴിക്കാം. ഭക്ഷണം കഴിക്കാത്ത സമയത്ത് കഴിച്ചാൽ മതി. ഇനി ഭക്ഷണത്തോടൊപ്പം കഴിച്ചാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എറിത്രോമൈസിൻ പോലെയുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ മരുന്നിനില്ല. അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രഗ്നൻസിയിൽ സേഫ് ആണ്. പ്രഗ്നൻസിയിൽ എല്ലാ മാക്രോലൈഡ്സും സേഫ് ആണ്. സോ ഇതും സേഫ് ആണ്. സോ നമുക്ക് പല കേസിലും ടെട്രാസൈക്ലിനോ ഫ്ലൂറോക്വിനോൾസോ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത കേസുകളിൽ നമുക്ക് അസിത്രോമൈസിൻ ഫലവത്താണ്. സോ വി ക്യാൻ ഗിവ്. ആറാമത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ അസിത്രോമൈസിന് CYP
B3A4 ആക്ഷൻസ് ഇല്ല. മറ്റ് എറിത്രോമൈസിൻസ് ഗ്രൂപ്പിൽ ഈ എറിത്രോമൈസിൻസിനൊക്കെ അതുണ്ട്, അല്ലെങ്കിൽ എറിത്രോമൈസിൻ മറ്റു മരുന്നുകൾക്കൊക്കെ അതുണ്ട്. സോ ഡ്രഗ് ഇന്ററാക്ഷൻ എന്നുള്ള പോസിബിലിറ്റി മറ്റു മരുന്നുകളുടെ ദോഷങ്ങൾ വർദ്ധിപ്പിക്കുന്നതോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. ഏഴാമത്തെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിലുള്ള പൊട്ടാസ്യം ചാനലിലുള്ള ആക്ഷൻ ഇല്ല, അല്ലെങ്കിൽ കുറവാണ്. സോ അതുകൊണ്ട് കാർഡിയാക് സേഫ്റ്റി ഈ മരുന്നിന് കൂടുതലാണ്. ദെൻ എട്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ മരുന്ന് കുട്ടികളിൽ സേഫ് ആണ്. സോ ചിൽഡ്രൻ ഇറ്റ് ഈസ് സേഫ് ആണ്. എറിത്രോമൈസിൻസ് എല്ലാം സേഫ് ആണ്. പക്ഷെ നമ്മൾ പറയാൻ കാരണം ഇപ്പോൾ ടെട്രാസൈക്ലിൻ, ഫ്ലൂറോക്വിനലോൺസ് ഒന്നും പിള്ളേരിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. സോ ആ സമയത്തൊക്കെ നമുക്ക് ഇത് കൊടുക്കാം, ചിൽഡ്രനിൽ സേഫ് ആണ്. ദെൻ അടുത്ത 9ാമത്തെ ഗുണം പറഞ്ഞു തീരുന്നില്ല, റീനൽ ഫെയിലിയറിൽ സേഫ് ആണ്. റീനൽ ഫെയിലിയറിൽ അത്ര വലിയ പ്രശ്നമില്ലാത്ത മരുന്നാണത്. ദെൻ ഹെപ്പാറ്റിക് ഫെയിലിയറിലും മരുന്ന് സേഫ് ആണ്. സോ റീനൽ ആൻഡ് ഹെപ്പാറ്റിക് ഫെയിലിയറിൽ സേഫ് ആയിട്ടുള്ള മരുന്നാണിത്. ദെൻ ഇനി 10ാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ എറിത്രോമൈസിൻ പോലെ മോട്ടിലിൻ റിസപ്റ്ററിൽ ഇതിന് ആക്ഷൻ ഇല്ല. മോട്ടിലിൻ റിസപ്റ്ററിൽ അപ്പോൾ ഡയറിയ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. സോ നമ്മൾ 10 ഗുണങ്ങൾ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. വയറിളക്കം പോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സോ താരതമ്യേന ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു മരുന്നാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഉപയോഗങ്ങൾ പറയാം. ഇതിന്റെ ഗുണഫലങ്ങൾ ഞാൻ ABCD ഓർഡറിൽ പറയാം. നമ്മൾ ഡോക്സൈക്കിളിൽ അങ്ങനെയാണ് പറഞ്ഞത്. സോ ആദ്യത്തെ ഗുണം A വെച്ചിട്ട് തുടങ്ങാം. A ഞാൻ എഴുതിയത് എറ്റിപ്പിക്കൽ ന്യൂമോണിയ ആണ്. എറ്റിപ്പിക്കൽ ന്യൂമോണിയ എന്ന് പറയുമ്പോൾ സാധാരണ മൈക്കോപ്ലാസ്മ ഒക്കെ വെച്ചിട്ടുണ്ടാകുന്ന ന്യൂമോണിയാണ് മൈക്പ്ലാസ്മ. സോ M വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചേർക്കാം. സോ അവിടെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. സോ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയിൽ ഉപയോഗിക്കാം. അതല്ലാതെ ഉണ്ടാകുന്നതാണ് മൈക്കോപ്ലാസ്മ ന്യൂമോണിയ. ഇപ്പോൾ കമ്മ്യൂണിറ്റി അക്യൂട്ട് ന്യൂമോണിയയിലൊക്കെ പല സംഭവങ്ങൾ കൊണ്ടുണ്ടാകാം. സോ അതിനൊക്കെതിരെയൊക്കെ ഉപയോഗിക്കാം. സോ ഓറലായിട്ട് കൊടുക്കാം, IV ആയിട്ട് കൊടുക്കാം, പിള്ളേർക്ക് കൊടുക്കാം, ദിവസം ഒരു നേരം കഴിച്ചാൽ മതി. സോ ദീസ് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിനൊക്കെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള മരുന്നാണ് ഇത്. ഇനി B വെച്ചിട്ട് പറയുകയാണെങ്കിൽ ബോർഡറ്റെല്ല പെർട്ടൂസിസ് എന്നാണ് അതിനെ പറയാം. സോ അത് വേണമെങ്കിൽ Pയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ബോർഡറ്റെല്ല പെർട്ടൂസിസ്, ഓർ അതിന്റെ മലയാളം പേര് മലയാളമല്ല, വൂപ്പിംഗ് കഫ് എന്നാണ്. വൂപ്പിംഗ് കഫ്, വില്ലൻ ചുമ എന്നാണ് എന്റെ ഓർമ്മ. സോ ഇതിൽ നമുക്ക് കൊടുക്കാം, ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. ദെൻ ഇനി C വെച്ചിട്ട് ഒരുപാടുണ്ട് കേട്ടോ. C വെച്ചിട്ട് നമുക്ക് ആദ്യം കമൈലോബാക്ടർ പറയാം. സ്പെല്ലിംഗ് നോക്കരുത്. കമൈലോബാക്ടർ ഗ്രാനുലോമാറ്റിസ്. അതിനകത്ത് അതുമൂലം ഉണ്ടാകുന്ന അസുഖത്തിന്റെ പേര് ഡോണോവാനോസിസ് എന്നാണ്. ഡോവാനോസിസിലെ ഇത് ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. ഇനി C വെച്ചിട്ട് പറയുകയാണെങ്കിൽ ക്ലാമിഡിയ ട്രൈക്കോമാറ്റിസ്. സോ അത് കണ്ണിലുണ്ടാകുന്ന ഒരു അസുഖമാണ്. കണ്ണിലുണ്ടാകുന്ന ഈ അസുഖത്തിന് അസിത്രോമൈസിൻ ഒരു ഡോസ് കൊടുത്താൽ മതി. ദെൻ ഡോക്സൈക്ലിനും കൊടുക്കാം. ഡോക്സൈക്ലിനും കൊടുക്കുമ്പോൾ 10 ദിവസം കൊടുക്കേണ്ടി വരും. അതാണ് ഇതിന്റെ ഗുണം. ആൻഡ് ഇനിയുള്ളത് C വെച്ചിട്ട് ഏറ്റവും ഫേമസ് യൂസ് ആണ് കോളറയിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാം. ദെൻ ഓൾസോ ഇൻ പ്രിവെൻഷൻ. രണ്ടിനും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഡ്രഗ് ഓഫ് ചോയ്സ് ഇപ്പോൾ അസിത്രോമൈസിൻ ആണ്. നേരത്തെ നമ്മൾ ഡോക്സൈക്ലിനൊക്കെ കൊടുത്തിരുന്നു, ഇപ്പോൾ അസിത്രോമൈസിൻ ആണ്. ഇനി D വെച്ചിട്ട് പറയാം. D വെച്ചിട്ട് ഡെന്റൽ ആക്കി പറയാം. ഡെന്റൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, പെരിയോഡോണ്ടൽ, ജിഞ്ചൈവൽ ഇൻഫെക്ഷൻസിനൊക്കെ നമുക്കിത് കൊടുക്കാം. അപ്പൊ ഇനി G വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഗോണോകോക്കയിൽ കൊടുക്കാം. ഗോണോകോക്കയിൽ നമുക്ക് കൊടുക്കാം. സാധാരണ ഗോണോകോക്കയിൽ സെഫ്ട്രിയാക്സോൺ എന്ന് പറഞ്ഞ 3rd ജനറേഷൻ സെഫാലോസ്പോറിനാണ്. അതിനൊപ്പമായിരിക്കും നമ്മൾ കൊടുക്കുക. 2 ഗ്രാം വരെ അസിത്രോമൈസിൻ നമുക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗുണമാണ്. ഇനി H വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഹീമോഫിലസ് ഡുക്രീ എന്ന് പറയുന്ന അതിനകത്ത് അതൊരു ചാങ്ക്രോഡാണ്. ചാങ്ക്രോഡിൽ നമുക്ക് അസിത്രോമൈസിൻ ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. സോ എല്ലാം C ആക്കണ്ടല്ലോ എന്ന് കരുതി ഞാനിത് H ആക്കിയതാണ്. ഇനി അടുത്തത് L വെച്ചിട്ടാണ് ലീജിയോണല്ല ന്യൂമോണിയെ. സോ അതിൽ ഫ്ലൂറോക്വിനലോൺ കൊടുക്കാം. പക്ഷേ ഫ്ലൂറോക്വിനലോൺ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അസിത്രോമൈസിൻ ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. ഇനി S വെച്ചിട്ട് STD, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ എല്ലാത്തിനും നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇവൻ ഗോണോകോക്കൈ വെച്ചിട്ടുള്ളതായാലും നോൺ ഗോണോകോക്കൈ 2 കേസിലാണെങ്കിലും ഇത് ഫലവത്താണ്. ഓക്കെ. സോ ക്ലാമിഡിയ പോലെയുള്ള ലിംഫോ ഗ്രാനുലോമ, വെനേറം, സോ അങ്ങനെയൊക്കെയുള്ളതിലൊക്കെ നമുക്ക് ഇത് കൊടുക്കാം. ഡോക്സൈക്ലിൻ കൊടുക്കാം. സോ വി ക്യാൻ ഗിവ് അസിത്രോമൈസിൻ. ദെൻ ഇനിയും ധാരാളം നോർമൽ ഇൻഫെക്ഷൻസ് എല്ലാത്തിലും നമുക്ക് കൊടുക്കാം. ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അസിത്രോമൈസിന്റെ ഡോസ് നമ്മൾ സാധാരണ പറയുക, എപ്പോഴും നമ്മൾ സാധാരണ കൊടുക്കുക ഇനീഷ്യൽ 250 മില്ലിഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ദിവസം മിക്കവാറും 500 മില്ലിഗ്രാം കൊടുക്കും. പിന്നെ ദിവസേന 250 മില്ലിഗ്രാം വീതം ബാക്കി 2 ദിവസവും ഇപ്പൊ 5 ദിവസം വരെയൊക്കെ കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുക. സോ കുട്ടികളിൽ റെഡി ടു ഗീവ് ഓറൽ സസ്പെൻഷനായിട്ട് സിറിഞ്ചായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ ഗുണമാണ്. ഇപ്പൊ എന്റെയൊക്കെ മോനൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കൊടുത്തു. ഈസി ആയിരുന്നു, മരുന്ന് കഴിച്ചോളൂ, ഒറ്റ നേരം കൊടുത്താൽ മതിയല്ലോ. ദെൻ അസിത്രോമൈസിന് ക്രിപ്റ്റോസ്പോറിഡിയം അല്ലെങ്കിൽ പ്ലാസ്മോഡിയം, സോ ഇവയിലൊക്കെ ആക്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ല. അടുത്ത മാക്രോലൈഡ് സ്പൈറാമൈസിൻ ആണ്. സ്പൈറാമൈസിൻ എന്ന് പറയുന്ന മാക്രോലൈഡ് ഇത് നമ്മൾ കൊടുക്കുന്നത് ഗർഭിണികളിലാണ്. സോ പ്രഗ്നൻസിയിലാണ് പ്രത്യേകം ഓർക്കുക. എവിടെയാണ്? ടോക്സോപ്ലാസ്മോസിസിലാണ്. ഗോണ്ടി അതിനകത്താണ് നമ്മൾ കൊടുക്കുക. സോ ടോക്സോപ്ലാസ്മോസിസ് ഇൻ പ്രഗ്നൻസി എന്ന് പ്രത്യേകം പറയണം. പ്രഗ്നൻസി ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഏത് മരുന്നാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു. അത് സൾഫഡയാസിൻ പ്ലസ് പൈറിമെതാമിൻ ആണ് നമ്മൾ കൊടുക്കുക. അതിനൊപ്പം നമ്മൾ ചിലപ്പോൾ വേറെ ചില ക്ലിൻഡാമൈസിനൊക്കെ കൊടുത്തേക്കാം. പക്ഷേ ഗർഭിണികളിലാവുമ്പോൾ നമുക്ക് ടോക്സോപ്ലാസ്മോസിസ് ഇൻ പ്രഗ്നൻസി നമ്മൾ സ്പൈറോമൈസിൻ ആണ് കൊടുക്കുക. കാരണം
ആന്റി ഫോളേറ്റ് ഡ്രഗുകൾ പ്രഗ്നൻസിയിൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാ കൊടുക്കുക. പിന്നെയുള്ള മരുന്ന് ടെലിത്രോമൈസിൻ ആണ്. പുതിയ മരുന്നാണ് ടെലിത്രോമൈസിൻ. ടെലിത്രോമൈസിൻ ഒരു റിസർച്ച് ഡ്രഗ് ആണ്. ബാക്കി ഉള്ള റെസിസ്റ്റൻസ് ഒന്നും ഇല്ല, ഈ മരുന്നിന് റെസിസ്റ്റൻസ് ഇല്ല. ദെൻ പ്രശ്നമുള്ളത് ഹെപ്പാറ്റോടോക്സിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ദെൻ മയസ്തീനിയ ഉള്ളവരിൽ കൊടുക്കാൻ പറ്റത്തില്ല. സോ ഇത് ഇഞ്ചക്ഷൻ ആയിട്ടും കൊടുക്കാം, ഓറലും കൊടുക്കാം. 800 മില്ലിഗ്രാം ആണ് ഇതിന്റെ ഒരു ഡോസ്, ഇതിനേക്കാളും കുറച്ചും കൊടുക്കാം. സോ ഇതൊരു റിസർച്ച് ഡ്രഗ് ആണ്, നല്ല ആക്ഷൻ ഉള്ള മരുന്നാണ്. പക്ഷേ ഇതിന് ഹെപ്പാറ്റോടോക്സിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റിസർച്ച് ഡ്രഗ് ആക്കി വെച്ചിരിക്കുക. ഫൈനലി ഇനി നമുക്ക് പറയാനുള്ളത് ADR, അഡ്വേഴ്സ് എഫക്ട് ഓർ സൈഡ് എഫക്ട്സ് ആണ് നമുക്ക് പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട സൈഡ് എഫക്ട്സ് GI സൈഡ് എഫക്ട്സ് ആണ്. ഇത് ഏറ്റവും കൂടുതൽ എറിത്രോമൈസിൻ ആണ്. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് മോട്ടിലിൻ റിസെപ്റ്ററിൽ ആക്ട് ചെയ്യും. മോട്ടിലിൻ റിസെപ്റ്ററിൽ ആക്ഷൻ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും GI മോട്ടിലിറ്റി വർദ്ധിക്കും, ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ ഡയറിയ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകും. സ്ഫിങ്ക്റ്റേഴ്സ് കൺട്രാക്ട് ചെയ്യും അല്ലെ. സ്ഫിങ്ക്റ്റേഴ്സ് കൺട്രാക്ട് ചെയ്യുമ്പോൾ ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റെനോസിസ് എന്നുള്ള പ്രശ്നം വർദ്ധിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഇതുമായിട്ട് കൺജനിറ്റലായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് ഇത് പ്രശ്നം ഉണ്ടാക്കും. ഇപ്പൊ മോട്ടിലിറ്റി വർദ്ധിപ്പിക്കും. സോ അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഓഫ് ലേബൽ ആയിട്ട് ഒരു യൂസ് ഉണ്ട്. ഓഫ് ലേബൽ യൂസ് ആണ്. പ്രോ കൈനറ്റിക് ആയിട്ട് ചിലപ്പോഴെങ്കിലും എറിത്രോമൈസിൻ വയറ്റിലൊന്ന് ലൂസാക്കി വിടാനായിട്ട് ചിലപ്പോൾ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഛർദിലൊക്കെ തടയാനായിട്ട്. പ്രോ കൈനറ്റിക് ആയിട്ട് ചിലപ്പോൾ ഓഫ് ലേബൽ യൂസ് ആണ്. രണ്ടാമത്തെ പ്രശ്നം എല്ലാ ആന്റിബയോട്ടിക്സിനുള്ള പോലെ അലർജിക് സാധ്യത ഇതിനോടും ഉണ്ടാകാം, അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകാം. മൂന്നാമത്തെ പ്രശ്നം ഡ്രഗ് ഇന്ററാക്ഷൻസ് ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അസിത്രോമൈസിന് കുറവാണ്, ടെലിത്രോമൈസിന് കുറവാണ്, അതിന് കുറവാണ്. പക്ഷെ ബാക്കിയുള്ള എല്ലാം തന്നെ CYP3A4 തടയുന്ന ഇൻഹിബിറ്റ് ചെയ്യുന്ന മരുന്നാണ്. സോ ഡ്രഗ് ഇന്ററാക്ഷൻസ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നാലാമത്തെ പ്രശ്നം കാർഡിയോടോക്സിറ്റി ആണ്. ഹൃദയത്തിൽ ദോഷകരമാണ്. സ്ഥിരമായിട്ട് കുറെ നാളൊക്കെ കൊടുത്താലേ ഉള്ളൂ, എങ്കിലും അതിന്റെ പൊട്ടാസ്യം ചാനൽ തടയുകയും അത് ടോർസൈഡി പോയിന്റേഴ്സ് ഒക്കെ ആക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇത് കൂട്ടുന്ന മറ്റു മരുന്നുകളൊക്കെ ഒപ്പം കഴിച്ചാലും പ്രശ്നമാണ്. എന്നാലും സീരിയസ് പ്രശ്നങ്ങൾ കുറവാണ് ഈ മരുന്നിന്. അഞ്ചാമത്തെ പ്രശ്നം വെച്ചാൽ ടെലിത്രോമൈസിന്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഹെപ്പാറ്റോടോക്സിറ്റി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ദെൻ ആറാമത്തെ പ്രശ്നം പ്രഗ്നൻസിയിൽ ഇത് സേഫ് ആണ്. പക്ഷെ എറിത്രോമൈസിൻ എസ്റ്റിയോലേറ്റ് എന്ന് പറയുന്ന സംഭവം കൊടുക്കാൻ പാടില്ല. അത് നമ്മൾ പറഞ്ഞു കോളിസ്റ്റാറ്റിക് ജോണ്ടിസ് ഉണ്ടാക്കും. പ്രഗ്നൻസിയിൽ എല്ലാ മാക്രോലൈറ്റ്സും സേഫ് ആണ് എക്സെപ്റ്റ് ദിസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ ഏഴാമത്തത് ബോഡി ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്നത് കൊണ്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദെൻ എട്ടാമത്തത് റിവേഴ്സിബിൾ ഓട്ടോടോക്സിറ്റി ആണ്. ചെവിയിൽ കേൾവിയായിട്ട് സംബന്ധിച്ചുള്ള പ്രശ്നം ഉണ്ടാകാം. പക്ഷെ അത് റിവേഴ്സിബിൾ ആണ്, നമ്മൾ അമിനോഗ്ലൈക്കോസൈഡ് പോലെ ഇറിവേഴ്സിബിൾ അല്ല. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാക്രോലൈറ്റ്സ് വിഭാഗം ആന്റിബയോട്ടിക്സിനെ പറ്റി പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അസിത്രോമൈസിൻ എന്ന് പറയുന്ന മരുന്നാണ് ഈ ഗ്രൂപ്പിൽ. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.